ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് കറി ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിന് 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ചോദിച്ചു കൊടുക്കരുത്. ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരിക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കിന് പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും 1 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുള്ളതും 1/2 കപ്പ് പാൽപ്പൊടിയും 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുംകുറ്റിയുടെ താഴെഭാഗത്ത് ചില്ലിട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി നമുക്ക് ഈ ഒരു പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെയും പുട്ടുപൊടി നിറച്ച് മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു തൂക്കിൻ്റെ മുകളിലോട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആവി വരുന്നോട് കൂടിയിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമുക്കൊരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കിന് പുട്ട് റെഡി ആയിട്ട് കിട്ടുക. അപ്പോൾ അതാ പഞ്ഞി പോലുള്ള പുട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് തട്ടിയിട്ടെടുക്കാം. ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി.